പോൾ ഗൈ എന്ന് പറഞ്ഞ ഫിലിം കാണുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ലീച്ച് ആണ്. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഫിലിം എന്ന് പറയുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണ്. അതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ 2 ആണെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഹൂപ്സ് ആൻഡ് ഷോ ആണെന്നുണ്ടെങ്കിലും കണ്ടിരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന ഫിലിംസ് ആണ്. സോ ഈ ഒരു സിനിമയും ആ ഒരു ജോണറിൽ തന്നെയാണ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളും കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ കാണാം എന്നുള്ള പ്രതീക്ഷയാണ് പോയതെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത്ര അധികം വർക്കാവാത്ത ഒരു ഫിലിമായിട്ടാണ് പോൾ ഗൈ എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം തോന്നുന്നു ഞാൻ കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സിനിമയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും, കാരണം അത്രയധികം ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങളില്ലാത്ത കുറച്ചധികം കോമഡിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ് ഈ ഒരു സിനിമ പോകുന്നുണ്ടായിരുന്നത്. സോ നിങ്ങളൊരു ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് പോൾ ഗൈക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും സമ്മാനിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കോൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് പെർഫോമർ ഉണ്ട്. പ്രധാനമായിട്ടും ടോം റൈഡർ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സ്റ്റണ്ട് പെർഫോമറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാതാവുകയും അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് നിഗൂഢതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് കോൾട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ക്യാമറ ഓപ്പറേറ്റർ ആയിട്ടുള്ള ജോഡി എന്ന് പറയുന്ന ഒരാളായിട്ടും ഈ കോൾട്ടിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ജോഡി തന്നെ ആദ്യത്തെ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ സ്റ്റാറായിട്ട് വരുന്നത് ഈ ടോം റൈഡറാണ്. അപ്പോഴാണ് ഈ ടോം റൈഡറിനെ കാണാതാവുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ടോം റൈഡറിനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള കോൾട്ടിൻ്റെയും ജോഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്തു പോകുന്നത്. നമുക്ക് ഫുള്ളി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബോറിംഗ് ഒന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എന്നെ അത്രയധികം സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. പിന്നെ സിനിമയിലെ മറ്റ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ VFX ആണെന്നുണ്ടെങ്കിലും മറ്റ് സിനിമോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആക്ഷൻ രംഗങ്ങൾ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയ സംഭവമൊന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 3 ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിലുള്ളത്. സിനിമയുടെ തുടക്കത്തിൽ, മിഡിലായിട്ടും പിന്നെ ലാസ്റ്റിലും. അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. എടുത്തു പറയത്തക്ക രീതിയിൽ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടറൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഗംഭീര ഐറ്റം ആണെന്നൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിക്കൂർ ഇങ്ങനെ സിനിമ കണ്ടു പോകുമ്പോൾ അങ്ങനെ പോകുന്നു എന്ന് മാത്രത്തിന് അപ്പുറത്തേക്കായിട്ട് അറ്റ്ലീസ്റ്റ് ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള വലിയ സംഭവമൊന്നായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന പോൾ ഗൈ കൂടുതലായിട്ട് നമ്മളെ ആക്ഷൻ രംഗങ്ങൾ കുറച്ച് മാത്രം സമ്മാനിച്ചുകൊണ്ട് കൂടുതൽ കോമഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയിലൂടെ പോകുന്ന ഒരു ഫിലിമായിട്ടാണ് പോൾ ഗൈ എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.